അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് മനുഷ്യന്റെ വാക്കല്ല, സകല സൃഷ്ടികളുടെയും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വചനം തന്നെയാണ് ഖുർആൻ. ജീവിതത്തിൻ്റെ വഴികാട്ടിയും ഹൃദയങ്ങൾക്ക് ശാന്തിയുമാണ് ഖുർആൻ. മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദിവ്യ സന്ദേശം. ഖുർആൻ പാരായണം ചെയ്യുന്നവർ മഹാഭാഗ്യവാന്മാരാണ്. അത് കേൾക്കുമ്പോഴാവട്ടെ മനസ്സ് നിശബ്ദമാകുന്നു, ഹൃദയം സമാധാനത്താൽ നിറയുന്നു. ഈ വനിതാ സംഗമത്തിന് തുടക്കം കുറിക്കുന്നത് ആ ദിവ്യവചനങ്ങളുടെ മാധുര്യം ആസ്വദിച്ചു കൊണ്ടാവാം. ഏവർക്കും സ്വാഗതം ഖുർആൻ ആസ്വാദന സദസ്സിലേക്ക്. നമ്മോടൊപ്പം മുഹമ്മദ് ആസ്ലിൻ ജംഷീർ, ഫെല്ല ഫാത്തിമ ജംഷീർ, ജിയാൻ അറൂഷ്, ഷഹസിൻ ആയിഷ ഷിയാസ്, അസ്സ നാലഗത്ത്, അയാൻ മുഹമ്മദ്. സത്യവിജയം അഹങ്കാരത്തിൻ്റെതല്ല, അത് ഹൃദയങ്ങൾ വിനയത്തോടെ അള്ളാഹുവിന് മുന്നിൽ കുനിയുമ്പോൾ ലഭിക്കുന്നതാണ്. വിജയം വിശ്വാസമുറപ്പിക്കുന്ന ഒരു പരീക്ഷയാണ്. എത്ര വലിയ വിജയം വന്നാലും നന്ദിയും വിനയവും ഒരുമിച്ച് ഹൃദയത്തിൽ നിലനിർത്തുന്നവരാണ് സത്യവിശ്വാസികൾ. അൽഹംദുലില്ലാ ചൊല്ലി സുബ്ഹാനും ഇസ്തിഗ്ഫാറും നിറഞ്ഞ ഹൃദയത്തോടെ റബ്ബിലേക്ക് മടങ്ങണമെന്ന വലിയ സന്ദേശം മാനവരോട് പറയുന്ന ഖുർആനിക വചനങ്ങൾ. ഖുർആനിലെ 110-ാം അധ്യായം സൂറ അൻ-നസ്ർ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ആസ്ലിൻ ജംഷീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഇവരാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന് വിധേയരായ പുരുഷന്മാരും സ്ത്രീകളും, വിശ്വാസത്തിലും ആരാധനയിലും സത്യസന്ധരായവർ, സഹനത്തിലും വിനയത്തിലും ദാനത്തിലും മുന്നിട്ട് നിൽക്കുന്നവർ, അള്ളാഹുവിനെ നിരന്തരം സ്മരിക്കുന്നവർ. അള്ളാഹു ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു മാപ്പും മഹത്തായ പ്രതിഫലവും. സ്ത്രീയും പുരുഷനും ഒരുപോലെ വിശ്വാസ ജീവിതത്തിൽ ഉന്നതരാകാമെന്ന് പ്രഖ്യാപിക്കുന്ന ദൈവവചനം. നമുക്ക് കേൾക്കാം സൂറത്തുൽ അഹ്സാബിൽ നിന്നുള്ള ഈ മനോഹരമായ ആയത്ത്. നമുക്ക് മുന്നിൽ പാരായണം ചെയ്യുന്നത് ഫെല്ല ഫാത്തിമ ജംഷീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? പ്രാർത്ഥനകൾക്ക് മറുപടി വൈകിയപ്പോഴും കണ്ണുനീർ മാത്രം കൂടെ ഉണ്ടായപ്പോഴും അത്തരം സമയങ്ങളിൽ ഈ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ പ്രകാശമായി ഉദിക്കുന്നു. വരാനിരിക്കുന്ന കാലം കഴിഞ്ഞതിനേക്കാൾ നല്ലതായിരിക്കും. ഓരോ ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ടെന്ന് ഉറപ്പു നൽകുന്ന വചനങ്ങൾ. നമുക്ക് കേൾക്കാം സൂറ അദ്ദുഹ, ജിയാൻ അറൂഷ്. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يؤتيك ربك فترضى ألم يجدك يتيما
فحدث. മനുഷ്യർക്കിടയിൽ ഏറ്റവും മനോഹരമായ ബന്ധം ബഹുമാനത്തിന്റെ ബന്ധമാണ്. അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരാളെയും പരിഹസിക്കരുത്. കാരണം നീ ചിരിക്കുമ്പോൾ അവൻ കരയുന്നുണ്ടാകാം. നീ അവനെ ചെറുതായി കാണുമ്പോൾ അള്ളാഹുവെങ്കിൽ അവൻ നിനക്കും അപ്പുറമാകാം. ഏറ്റവും ഭക്തിയുള്ളവനാണ് ഏറ്റവും ബഹുമാനാർഹൻ. വാക്കിൽ വിനയം, പേരിൽ ബഹുമാനം, ഹൃദയത്തിൽ കരുണ, ഇവയിലൂടെയാണ് വിശ്വാസം പൂന്തോട്ടമാകുന്നത്. മനോഹരമായ ഈ സന്ദേശം നൽകുന്ന ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 11-ാം വചനമാണ്. നമുക്ക് കേൾക്കാം. ഷഹ്സിൻ ആയിഷ ഷിയാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ വസാഅ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ولم يتب فأولئك هم الظالمون. ജീവിതം ഒരിക്കൽ തീരും. സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കുടിക്കാനുള്ള ദാഹമുണ്ടാവും. അന്ന് കാലുകൾ കൂട്ടിയിടിക്കും. ചുറ്റിലുമുള്ളവരിലേക്ക് പ്രതീക്ഷയോടെ നോക്കും. ആരുണ്ടെന്നെ സമാധാനിപ്പിക്കാൻ? മനുഷ്യൻ മനസ്സിലാക്കുന്നു, ഇതാ തനിക്ക് ഈ ലോകത്തോട് യാത്ര ചോദിക്കാൻ സമയമായി. ആ ദിനം വിശ്വാസമില്ലാത്തവർക്കും നമസ്കാരമില്ലാത്തവർക്കും വേദനയുടെയും ദുരിതത്തിന്റെയും ദിനം. വരാനിരിക്കുന്ന ആ സത്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൂറ അൽ ഖിയാമ അവസാന ആയത്തുകൾ. പാരായണം ചെയ്യുന്നത് അസ നാലകത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ബലഗത് തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق ولا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും സത്യവും അതുല്യവുമായ പ്രഖ്യാപനമാണ് ഈ സൂറത്ത്. മാനവ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ മഹത്വം വ്യക്തമാക്കുന്ന മനോഹരമായ സൂറത്ത്. ഒരേ ഒരു ദൈവം, ആരുടെയും സമാനമല്ല, ആരുടെ മകനുമല്ല എന്ന സത്യത്തിന്റെ പ്രഖ്യാപനം. ഇത് മുഴുവൻ ഖുർആന്റെ ഹൃദയമാണ്, വിശ്വാസത്തിന്റെ മജ്ജയാണ്. ആ തൗഹീദിന്റെ മധുര സന്ദേശം നമുക്ക് കേൾക്കാം. അയാൻ മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്.